ശബരിമലയിലെ പഴയ സ്വർണ്ണപ്പാളി എവിടെ പോയെന്നറിയില്ലെന്ന് പുതിയ വാതിൽ നിർമ്മിച്ച ശില്പി എളവള്ളി നന്ദൻ. പഴയ സ്വർണം പൊതിഞ്ഞ വാതിലിൽ നിന്ന് സ്വർണ്ണപ്പൂട്ട് മാത്രമാണ് എടുത്തത്. ബാക്കി സ്വർണ്ണപ്പാളി എന്തു ചെയ്തുവെന്നറിയില്ല. എളവള്ളിയിൽ വെച്ച് വാതിൽ നിർമ്മിക്കാമെന്നറിയിച്ചിട്ടും ബംഗളൂരുവിൽ നിർമ്മാണം നടത്തണം എന്ന് നിർദ്ദേശിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. വിവാദങ്ങൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും വിളിച്ചെന്നും എളവള്ളി നന്ദൻ പറഞ്ഞു. ആ പഴയ വാതിലിൻ്റെ ലോക്ക് മാത്രം പുതിയ വാതിലിലേക്ക് വെച്ചിട്ടുള്ളൂ. മറ്റേ എന്നിട്ട് ഡോർ അവിടെ ഊരി കൊടുത്തു. ബാക്കി എന്താ ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല. പിന്നെ പണി ചെയ്തത് ബാംഗ്ലൂരുള്ള ശ്രീരാമപുരത്ത് അമ്പലത്തിൽ വെച്ചിട്ടാണ്. അതിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യണമെന്ന്. നമ്മളിവിടെ വെച്ച് ചെയ്യാറുണ്ട്. അത്രയ്ക്കുള്ള കാര്യമുള്ളത്. അവിടെ നിന്ന് കൃത്യ അളവെടുത്ത് കൊണ്ടെന്നുള്ളതാണ് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാവുന്നതുള്ളൂ. ദ്വാരപാലക ശില്പത്തിൻ്റെ വിഷയം വരണേൻ്റെ ഒരു 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ ശബരിമല ഡോറിൻ്റെ അടിയിൽ സ്വർണ്ണവാതിൻ്റെ അടിയിൽ ചെമ്പിൻ്റെ ഒരു പാളി വെച്ചിട്ടുണ്ടോ എലി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. വിളിച്ചിട്ട് പറഞ്ഞു, നന്ദകുമാർ അതിൽ അസ്വാഭാവികത ഒന്നുമില്ല, അതിൽ മുള്ളാണി അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. ചെമ്പ് പൊതിഞ്ഞിട്ടുള്ള അടക്കം വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.